ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സമയം ഒരു 6-6:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനും കാശിയൊക്കെ പതിയെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. എഴുന്നേറ്റ് നേരെ വാഷ്റൂമിൽ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി വായിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. രാവിലെ തന്നെ പല്ല് തേക്കുക എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പല്ല് തേക്കാതെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് ചെയ്യുന്ന ഈ കലാപരിപാടി നടത്തുന്നവർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ. മുഖമൊക്കെ കഴുകി നേരെ വന്ന് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചു. ഇവിടെ ചായ ഒന്നും പതിവില്ല. നേരെ വന്ന് ഒരു ഗ്ലാസ് ഉലുവയൊക്കെ ചേർത്ത് കാപ്പി കുടിക്കലാണ് പതിവ്. കൂടുതൽ 2-3 റസ്ക്കും കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും കാശി പതുക്കെ കിടക്കപ്പായിൽ എണീറ്റ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് രാവിലത്തെ ഫുഡ് പാലപ്പവും മുട്ടക്കറിയായിരുന്നു. അപ്പം കാശുവിന് കട്ടിലേന്ന് വിളി വന്നു, അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം കാശുവിന് 2 അപ്പവും ഉണ്ടാക്കി പഞ്ചസാരയും ഒരു ഗ്ലാസ് പാലും കൊടുത്തു കേട്ടോ. അവന് എന്നും ഏത്തക്കയാണ് ഇഷ്ടം. ഇന്ന് ഏത്തക്ക ഇല്ലാത്തത് കൊണ്ട് മുഖം വിറപ്പിച്ചിരിക്കണ ഇരിപ്പാണ് കാണുന്നത്. വൈകിട്ട് വരുമ്പം ജ്യൂസ് വാങ്ങിത്തരാടാ, ബിങ്കോ വാങ്ങിത്തരാടാ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്താൽ പുള്ളീനെ കൊണ്ട് അപ്പം ഒന്ന് കഴിപ്പിച്ചത് കേട്ടോ. കറിയൊന്നും കൂടെ കഴിക്കാൻ ആശാൻ ഇഷ്ടമല്ല, അപ്പവും പഞ്ചസാരയൊക്കെയാണ് ഇഷ്ടം. എന്തായാലും രാവിലെ അതൊക്കെ കഴിച്ചു പുള്ളീനെ ഒന്ന് ഒരു വഴിക്ക് സെറ്റാക്കി. ഇനിയുള്ള കലാപരിപാടി എന്ന് പറയുന്നത് തലേ ദിവസത്തെ ഹോംവർക്ക് ഒന്ന് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ കുട്ടികളല്ലേ മറന്നു പോവില്ലേ. അപ്പം രാവിലെ എഴുന്നേറ്റ് ആഹാരമൊക്കെ കൊടുത്ത് പതിയെ ഓരോ കലാപരിപാടിയൊക്കെ ചെയ്യിച്ചതിന് ശേഷം ഹോംവർക്കൊക്കെ ഒന്ന് എഴുതിച്ചു. അമ്മ എന്നായിരുന്നു കേട്ടോ ഇന്നലത്തെ ഹോംവർക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ച് പുള്ളീനെയും കൊണ്ട് എഴുതിപ്പിക്കുകയൊക്കെ ചെയ്തു. അവൻ്റെ കാര്യം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എൻ്റെ ഫുഡ് കഴിപ്പാണ് കേട്ടോ. എനിക്ക് രാവിലെ വിശക്കും. അപ്പോൾ കൊച്ചിൻ്റെ കാര്യം ഒന്ന് സൈഡാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൃതി വെക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തൊതുക്കി വെച്ച് പതിയെ എൻ്റെ തീറ്റക്കലാപരിപാടിയിലേക്ക് കടന്നു കേട്ടോ. ഞാനും മമ്മിയും കൂടിയാണ് കഴിക്കുന്നത്. മമ്മി അപ്പുറത്തെ സൈഡിലിരുന്ന് കഴിക്കുന്നു, ഞാൻ ഇപ്പുറത്തെ സൈഡിലിരുന്ന് കഴിക്കുന്നു. പിന്നെ കാശുവിനെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് വേണ്ട മുണ്ടൊക്കെ തോർത്ത് മുണ്ടൊക്കെ എടുത്ത് ആശാൻ നിൽക്കുകയാണ് കേട്ടോ. തുണിയൊക്കെ ഇല്ലാണ്ട് നിൽക്കാനൊക്കെ ഭയങ്കര നാണക്കേടാ. തോർത്ത് മുണ്ടൊക്കെ എടുത്ത് വന്ന് ആശാനെ പതിയെ ഒരു നിക്കറൊക്കെ ഇടിയിച്ച് ബനിയനൊക്കെ ഇടിയിച്ച് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുക്കി കേട്ടോ. അതിനിടയ്ക്ക് അവൻ്റെ കൂട്ടുകാരൻ്റെ കോള് വന്നു, കുഞ്ഞാപ്പു. അവൻ വിളിച്ചിട്ട് പറയണു, എടാ നീ ഇന്ന് സ്കൂളിൽ പോകണോ? ഞാനിന്ന് പോകണില്ല കേട്ടോ. നീ ഇന്ന് പോയില്ലെങ്കിലും കുഴപ്പമില്ലടാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിലിരുത്തി കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമാവുമല്ലോ, മടിയാവുമല്ലോ എന്ന് കരുതിയിട്ട് എന്തായാലും ഞാൻ വീട്ടിലൊന്നും ഇരുത്തിയില്ല. ഇന്ന് അവർക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ റെഡിയാക്കി ഹോംവർക്കൊക്കെ ചെയ്യിപ്പിച്ച് തിന്നാനൊക്കെ കൊടുത്ത് ദണ്ട് സെറ്റാക്കി ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് പോകാനൊക്കെ ആക്കി കേട്ടോ. പിന്നെ പുള്ളിക്ക് ബാഗിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ബുക്കും പുസ്തകവും കറിയൊക്കെ പുള്ളിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം എങ്കിലും ഒരു സമാധാനം വരുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. അത്യാവശ്യം നല്ല മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഇറങ്ങിയപ്പം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അക്കരയൊക്കെ ആയിട്ട് നല്ല മഞ്ഞായിരുന്നു. നമ്മുടെ ഇടുക്കിയിൽ പൊതുവേ അങ്ങനെയാണ് കേട്ടോ. രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല മഞ്ഞുണ്ടാവാറുണ്ട്. എന്തായാലും കൊച്ചിനെ സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി വഴിയിലേക്കാക്കി വണ്ടിയിൽ കയറ്റി വിട്ടു. തിരിച്ചു വന്നതാ അത്യാവശ്യം ധൃതി പിടിച്ച് എല്ലാ കലാപരിപാടിയും ചെയ്ത് തീർത്തല്ലോ എന്നുള്ള ആശ്വാസത്തിൽ വന്നിരുന്ന് പതുക്കെ ഇച്ചിരി നേരം റീൽസൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ.